ചോറ് കഴിച്ചോ? എല്ലാവർക്കും നമസ്കാരം. രാവിലെ നമ്മുടെ കുറച്ച് കോഴികളും കുറച്ച് ടർക്കികളുടെയൊക്കെ വിശേഷം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇപ്പോൾ കുറച്ചേ ഉള്ളൂ, ബാക്കിയുള്ളതിനെയൊക്കെ നമ്മൾ വിറ്റു. ഇപ്പം കുറച്ച് ടർക്കിയും കുറച്ച് കോഴികളൊക്കെ കിടപ്പുണ്ട്. ഇനി അടുത്ത ബാച്ചിനെയൊക്കെ നമ്മൾ ഇറക്കണം. അന്നേരം അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. അന്നേരം എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇറച്ചിക്കോഴികൾ കുറേ എണ്ണം ഇതുവഴി ഇതിനകത്ത് നടക്കുന്നുണ്ട്. ഇതിനെ ഈ ഫെൻസിങ് അടിച്ചിട്ട് ഇതിനകത്ത് വിട്ടേക്കാണ്. ഇവരിപ്പോൾ കുറച്ച് പേരേ ഉള്ളൂ. കുറേ എണ്ണത്തിനൊക്കെ വിറ്റു. നമ്മുടെ കാപ്പിരിക്കോഴികൾ നടക്കുന്നുണ്ട്. നമ്മുടെ കോഴിയുടെ കൂടാണിത്. നമ്മുടെ കുറെ ടർക്കി കോഴിക്കുഞ്ഞുങ്ങൾ ഇവിടെ കിടപ്പുണ്ട്. നമ്മുടെ വലുതിനെ എല്ലാം ഈ കഴിഞ്ഞിടയ്ക്ക് കൊണ്ടുപോയ ആളുകൾ ഇനി അടുത്ത ബാച്ചിനെ ഇടണം. ഇവരിപ്പോൾ ഏകദേശം ഒരു 1.5 മാസം പ്രായമായിട്ടുണ്ട്. ഇവർ എല്ലാവരും കൂടെ ഒന്നിച്ച് കൂടി ഇരിക്കുന്നുണ്ടോ? ഇതിപ്പം കുറച്ച് ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ടാണ് ഈ ചെറിയ കൂട്ടിനകത്ത് ഇട്ടേക്കുന്നത്. നമുക്ക് വേറെ വലിയ കൂടുണ്ട് താഴെ, അതിനകത്ത് 10,000 എണ്ണത്തിന് കൊള്ളുന്ന ടൈപ്പ് കൂടാണ്. ഇതിപ്പോ നമ്മുടെ പ്രാവിന്റെ കൂടാണ്, അതിനകത്ത് ഇവരെ ഇട്ടേക്കുന്നത്. ഇതിപ്പോ കുറച്ചേ ഉള്ളൂ. ഇപ്പൊ ഒരു എത്ര 7 എണ്ണം കാണും, അത്രേ ഉള്ളൂ. ഇനി ഇവരെ വലിയ കൂട്ടിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. തൽക്കാലത്തേക്ക് ഇങ്ങോട്ട് ഇട്ടെന്നേ ഉള്ളൂ. രാവിലെ നമ്മുടെ പ്രാവെല്ലാം കൂടെ താഴെ ഇറങ്ങി എന്തൊക്കെയോ കൊത്തിപ്പെറുക്കി തിന്നുന്നു. വേറെ കുറച്ചുകൂടെ ഉണ്ട്, അതൊക്കെ അപ്പുറത്തൊക്കെ ഇരിപ്പുണ്ട്. അവൾ അടയിരിക്കുവാണ്. കുറച്ച് ദിവസമായി, ചിലപ്പോൾ ഉടനെ കുഞ്ഞുങ്ങൾ വരികയും. ഇപ്പം ആക്ച്വലി നമുക്ക് പ്രാവുകൾ കുറവാണ്, ഒത്തിരി ഒന്നുമില്ല. നമ്മുടെ പെപ്പറിനെ കണ്ടോ? പെപ്പർ ബാ, ചോറ് കഴിച്ചോ? ചോറ് കഴിച്ചോ നീ? വെള്ളം കൂടി പോയി. നമ്മുടെ ഗൂസ് അവിടെ കിടന്ന് അരയ്ക്കുന്നേ. ഇവരെ ഇങ്ങനെ ഈ ഫെൻസിങ്ങിനകത്ത് അഴിച്ചു വിട്ടേക്കാണ്. വെളിയിലൊക്കെ പോയി കഴിഞ്ഞാൽ, തോട്ടത്തിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ പട്ടിയുടെ വായി പോവും. ഇവരിതിനകത്ത് ഇങ്ങനെ നടന്നോളും. പിന്നെ വൈകുന്നേരം കയറ്റി. ഇതിനകത്ത് ടാങ്കും വെള്ളവും എല്ലാം ഉണ്ട്. ഇപ്പൊ ഇതിനകത്ത് 1-2 എണ്ണത്തിന് ഇപ്പം ഒരു ടീം വന്ന് കൊണ്ടുപോകും. അവരിപ്പം ചോദിച്ചേക്കുവാണ്. ഒരു 10 മിനിറ്റുള്ളവർ വരും. ഇപ്പം ഒരെണ്ണത്തിനെ പിടിക്കാൻ പോവുകയാണ്. ഒരു ടീം ചോദിച്ചു. അന്നേരം കൈ കിട്ടുന്ന ഒന്നിനെ പിടിക്കണം. നമ്മുടെ മറ്റു കോഴികളൊക്കെ കിടന്ന കൂടാണിത്. ഇപ്പം
കോഴി ഇല്ലാത്തതുകൊണ്ടെല്ലാം കാലിയായിട്ട് കിടക്കുകയാണ്. ഇനി അടുത്തതിനെ എടുക്കണം. പൂവന്മാരെല്ലാം പൂവന്മാരാണ്, മറ്റേ പെടയെല്ലാം തീർന്നു. ഇനി കുറച്ച് പൂവന്മാരുണ്ട്. എല്ലാം നല്ല അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. ഇത് ഇറച്ചി പർപ്പസിനുള്ള കോഴിയാണ്. നമ്മുടെ കയ്യിൽ നേരത്തെ ഉണ്ടായിരുന്ന കോഴിയുടെ കൂടെ നിന്നാണ് ഇതൊക്കെ. മറ്റുള്ള കോഴികളെല്ലാം ഇപ്പം വിറ്റ് പോയി. ഇനി ഇത് കുറച്ചേ ഉള്ളൂ. ഇനി അടുത്തതിനെ എടുക്കണം. ഇപ്പം ഇവനെയാണ് പിടിച്ചേക്കുന്നത്. ഇത് ഏകദേശം ഒരു 4 കിലോ അടുത്ത് വെയിറ്റ് ഉണ്ടല്ലേ? നല്ല രസമുണ്ട് അവനെ കാണാൻ. ആരോഗ്യമുള്ള കോഴി. അവന്റെ കാലൊന്ന് കൂട്ടി കേട്ടു വന്നേ. 4 കിലോ ഉണ്ട്. 4? നല്ല ഒരെണ്ണോ, നല്ല രസമുണ്ട് അതിനെ കാണാൻ. നല്ല ഹെൽത്തിയാ, നല്ല ഹെൽത്തിയാ. ഇത് 4 മേളിലുണ്ട്. 4 ആക്ച്വലി 800. 4,800 ഉണ്ട്. നല്ല അടിപൊളി കോഴിയാണ്. ഇവരാണ് ഇപ്പൊ ഈ കോഴിയെ മേടിച്ചത്. ഇവര് ഇവിടെ പണിക്ക് വന്നേക്കുന്നതാണ്. ഇത് ജാർഖണ്ഡ്. ഓക്കെ.